ഈവിൾ സ്പിരിറ്റും കൊണ്ട് പൊസസ്ഡ് ആയിട്ടുള്ള ഈ വ്യക്തിയുടെ വായിന്ന് വരുവാണ് ആ പ്രാർത്ഥന നിർത്ത്. ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ ഡോക്ടർ വിശ്വസിക്കുന്ന ദൈവമാണ് ദൈവം. ഞങ്ങളുടെ സ്വപ്നം ഇതായിരുന്നു, എല്ലാ പള്ളികളിലും ദൈവികാജ്ഞ ആരാധന ഉണ്ടാവണം. 2024 ഓഗസ്റ്റ് 15 ഈ ദേവാലയം 24 hours വേണ്ടി തുറക്കുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണല്ലോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ധ്യാനിച്ച വചനം, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നേടി ജപമാലയൊക്കെ ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പം നമുക്ക് ജ്ഞാനം കിട്ടും. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ദൈവഹിതം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ദൈവഹിതം അനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് പ്രാർത്ഥിച്ചു, ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഷെയർ ചെയ്യുമ്പം ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് എൻ്റെ ഒരു ടെസ്റ്റിമണി ആയിട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ MBBS ഇതിന് കയറുന്നതിന് മുമ്പേ, പഠനത്തിന് കയറുന്നതിന് മുമ്പേ, ശരി, ഞാൻ ബോംബെയിൽ പ്രോട്ടപ്പാണ്, ബോംബെ ബോൺ ആൻഡ് പ്രോട്ടപ്പാണ്. അപ്പം അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പം എനിക്ക് ഒരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞപ്പം 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം മോഡലിങ്ങിന് പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ലൈക്ക് ഞാൻ മെഡിക്കൽ ഫീൽഡ് അതൊന്നും കാര്യമായിട്ട് ചിന്തിച്ചേ ഇല്ല. ഐ വാസ് മോർ ഇൻട്രസ്റ്റഡ് ടു ഒരു ഗ്ലാമർ വേൾഡിലേക്കായിരുന്നു എൻ്റെ താല്പര്യങ്ങൾ. മോഡലിങ്ങിന് പോകണം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പം ഒരു ധ്യാനം കൂടാനിടയായി. ബോംബെ താബോർ ആശ്രം നമ്മുടെ ഡിവൈൻ്റെ ബ്രാഞ്ചാണ്, അവിടെ വെച്ചൊരു ധ്യാനം കൂടാനിടയാവുന്നു. അപ്പം ധ്യാനത്തിന് ഏറ്റവും സ്പർശിച്ച വചനമായിരുന്നു, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് ഒരുപാട് സ്പർശിച്ചു. അപ്പം ആ ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു ആഗ്രഹമൊക്കെ മാറിപ്പോയി. ടു ഗോ ഫോർ മോഡലിംഗ് അതൊക്കെ വേണ്ടാന്ന് വെച്ചു, ഈശോ മതി എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അതിനുശേഷം പിന്നെ 11th സ്റ്റാൻഡേർഡ് +1 +2 ഒക്കെ +2 കഴിഞ്ഞപ്പം ദൈവം അനുഗ്രഹിച്ച് MBBS അഡ്മിഷൻ കിട്ടുന്നു ആൻഡ് മെഡിക്കൽ കോളേജിൽ ചേർന്നു. അപ്പോഴും ഒരു 100 സ്റ്റുഡൻസിൻ്റെ ബാച്ചിൽ ഐ വാസ് ദി ഓൺലി കാത്തലിക് ആയിട്ട് ഞാൻ മാത്രമല്ലായിരുന്നു. ഒരു പ്രൊട്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ. ഞങ്ങൾ 2 പേരായിരുന്നു ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ, പക്ഷെ കാത്തലിക് ആയിട്ട് ഞാൻ മാത്രമല്ലായിരുന്നു. അപ്പം ഞാൻ ധ്യാനത്തിന് ശേഷം ഞാനിങ്ങനെ ജപമാലൊക്കെ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ടായിരുന്നു, അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും എൻ്റെ ഈ ക്രിസ്ത്യൻ ഫ്രണ്ട്, നോട്ട് എ കാത്തലിക് പക്ഷേ പ്രൊട്ടസ്റ്റൻ്റ് ഫ്രണ്ട്, എൻ്റെ അടുത്ത് ഒരു ഡൗട്ട് ഇട്ട് തന്നു, മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് നേരിട്ട് വി കൻ റിലേറ്റ് ടു ഗോഡ്, നമുക്ക് നേരിട്ട് ഈശോയുടെ അടുത്ത് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. ഈശോ അതിനുള്ള ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം നേടേണ്ട എന്താ ആവശ്യമുള്ളത് എന്ന് ഉള്ള ഒരു ഡൗട്ട് ഇട്ട് തന്നു. ആക്ച്വലി ഈ ഫ്രണ്ട് വളരെ നല്ല ഒരാളാണ്, ഒരിക്കലും ഒരു കളത്തരമില്ല, ഭയങ്കര ഒരു വിറ്റ്നസിങ് ലൈഫ് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു പറഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥം അറിയത്തില്ലാത്തതിൻ്റെ പ്രശ്നം, വചനം അറിയത്തില്ലാത്തതിൻ്റെ പ്രശ്നം. സോ എനിക്കിങ്ങനെ ഒരു ഡൗട്ട് വന്നു, ഇയാൾക്കാണല്ലോ എന്നെക്കാളും നന്നായിട്ട് ബൈബിൾ അറിയാവുന്നത്, അപ്പം ചിലപ്പം ഇയാൾ പറയുന്നതിന് പോയിന്റ് കാണുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ജപമാല ചെല്ലുന്ന ആദ്യം നിർത്തി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് ബൈബിൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ. പക്ഷെ ജപമാല മാറ്റി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് ആ ഒരു കണക്റ്റ് കിട്ടുന്നില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഒരു ആത്മാവിൽ നമുക്കൊരു കണക്റ്റ് ഫീൽ ആവുമല്ലേ, ആ ഒരു കണക്റ്റ് കിട്ടുന്നില്ലല്ലോ. കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ അധികം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്ന പോലെ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോ കേൾക്കുന്നുണ്ടോ? ഞാൻ ഭയങ്കര ഒരു പാപിയാണ്, ഈശോയ്ക്ക് എങ്ങനെയാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ തരത്തിലൊരു ഗിൽറ്റ് ഫീലിങ്ങും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചൊന്നും ആർക്കും കേൾക്കാൻ പറ്റത്തില്ല, ഈശോ ഉണ്ടോ എന്നുള്ള ഒരു ചിന്തകൾ മനസ്സിൽ വരാൻ തുടങ്ങി. കൂടുതലും ലൈക്ക് അന്ധകാരം എന്നുള്ള ഒരു ഫേസിൽ ആയിരിക്കുന്ന പോലെ. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് നമ്മുടെ ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. അപ്പം മമ്മിയോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, എനിക്ക് പഠിക്കേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്, പറ്റത്തില്ല എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ.
അപ്പം മമ്മി എന്നെ ഒരു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് ഫാദർ പോൾ എന്ന്. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ചോദിച്ച ഒറ്റ കാര്യമാണ്, ജപമാല ചെല്ലുന്ന നിർത്തിയോ എന്ന് അച്ഛൻ ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ അച്ഛനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അച്ഛൻ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അച്ഛൻ എങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധിക്കുന്നു, ദാറ്റ് ജപമാല ചെല്ലുന്ന നിർത്തിയോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സംശയം പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ജപമാല ചെല്ലുന്നത് നിർത്തി. എന്നിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. ഒന്നും ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഞാൻ പ്രാർത്ഥിച്ചാൽ ഇത് ദൈവം കേൾക്കും, ദൈവം ഉണ്ടോ, അങ്ങനത്തെ ചിന്തകൾ, അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങിയെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു ഇത് പിശാചിൻ്റെ വലിയൊരു തട്ടിപ്പാണ്. ജപമാല എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യണം. ജപമാല നിർത്തുമ്പോഴാണ് നമുക്ക് പിശാചിന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ എത്രയും വേഗം ജപമാല സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പം എനിക്കൊരു തോന്നലും ഇല്ലാതായിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന്. പക്ഷെ അച്ഛൻ പറഞ്ഞത് ജപമാല ദൈവവചനമാണല്ലോ. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പം ദൈവവചനമാണ്, സ്വർഗസ്നായ പിതാവേ ദൈവവചനമാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. അതുപോലെ നമുക്കറിയാം നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പം ദൈവവചനമാണ് നമ്മൾ അവിടെ ധ്യാനിക്കുന്നത്. ഗബ്രിയേൽ മാലാഹ മറിയത്തോട് പറയുന്നു, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോട് കൂടെ. അതുപോലെ ഏലീഷ പുണ്യവതി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ പറയുന്നു, നിന്റെ ഉദരഫലം നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നീ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അപ്പം ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഏലീഷ പുണ്യവതി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പറയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ദൈവവചനമാണ് ധ്യാനിക്കുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു വചനം വാളാണ്, ദൈവവചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. ഈ വചനമായ വാൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പൈശാചിക അരൂപികളെല്ലാം മാറിപ്പോകും. അപ്പം ഇപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ചൊല്ലിയാൽ മതി, ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ലൈക്ക് ജസ്റ്റ് ചൊല്ലിയാൽ മതി. നമുക്ക് ആ ചെല്ലുന്നതിന് തന്നെ അതിന് ഭയങ്കര പവറുണ്ട്. ബിക്കോസ് നമ്മൾ ചെല്ലുന്നത് വചനമാണ്, ഇത് വേർഡ് ഓഫ് ഗോഡ് ആണ്, വചനം വാളാണ്. അപ്പം നമ്മൾ നമുക്ക് ജപമാല സഭയ്ക്ക് വെളിപ്പെടുത്തി കിട്ടിയ പ്രാർത്ഥനയാണ്, മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലിയാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ജപമാല ചൊല്ലി തുടങ്ങി. ജപമാല ചൊല്ലി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു സ്ട്രഗിൾസ് പോലെ, ലൈക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, എൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ടോ, ഈ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് റിസൈറ്റിങ്, ജസ്റ്റ് ചൊല്ലാനായിട്ട് മാത്രം തുടങ്ങി. വചനം വാളാണ്, ഈ ഒരു വിശ്വാസത്തിലൂടെ അങ്ങ് ചെല്ലാൻ തുടങ്ങി. അപ്പം സ്ലോലി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഐ കുഡ് ഫീൽ ദാറ്റ് ലൈറ്റ് ഇസ് കമ്മിങ്, പ്രകാശം വരുന്നതായിട്ട്. അതായത് ഇപ്പം ഞാൻ അച്ഛൻ പറഞ്ഞനുസരിച്ച് ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ ഉടനെ ഞാൻ സ്വർഗത്തിലായിരിക്കുന്ന ഒരു ഫീൽ ഒന്നും കിട്ടിയിട്ടില്ല. ശരിക്കും ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഇൻഫാക്ട് കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന പോലെ ചൊല്ലി തുടങ്ങിയപ്പം. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ചൊല്ലി തുടങ്ങി കഴിഞ്ഞപ്പോൾ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി ഈ അന്ധകാരത്തിൽ നിന്ന് പ്രകാശം വരുന്ന ഒരു അനുഭവം ശരിക്കും ഉണ്ടായി. അതിനുശേഷം ഞാൻ ജപമാല മുടക്കാതെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. യാത്ര ചെയ്യുമ്പം ആയിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സമയമൊക്കെ, യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂർ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നേരം സമ്പൂർണ്ണ ജപമാല, അതിനപ്പുറം നമുക്ക് പറ്റുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, ഞാൻ ടു ബി ഇൻ ട്യൂൺ വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഫോർ മീ ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് ദൈവഹിതം അനുസരിച്ച് മാത്രം നിൽക്കാനായിട്ട്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാതെ ഇരിക്കാനായിട്ട്, അത് ഉറപ്പായിട്ടും സഹായിക്കുന്നതായിട്ട് ഞാൻ അനുഭവിച്ചു. അപ്പം ഈ ജപമാല ചൊല്ലി തുടങ്ങി. അങ്ങനെ പിന്നെ MBBS പഠിത്തം കഴിഞ്ഞു. MBBS കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്, മഹാരാഷ്ട്രയിൽ സോലാപൂർ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. അപ്പം 1 ഇയർ ബോണ്ട് ഫോർ ദ ഗവൺമെൻറ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം റൈഗഡ് ഡിസ്ട്രിക്റ്റിൽ ഒരു ഹോസ്പിറ്റലിലാണ് ബോണ്ട് ചെയ്യാനായിട്ട് കയറുന്നത്. ബോണ്ട് ചെയ്യാനായിട്ട് കയറുമ്പം അവിടെയും എനിക്ക് ഈശോ ഒരുക്കി തന്നത് കർമ്മല മാതാവിൻ്റെ കോൺവെൻറ്റിലായിരുന്നു. ഒരു CMC സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലാണ് ഈശോ താമസിക്കാൻ സൗകര്യം ഒരുക്കി തരുന്നത്. കാരണം വീട്ടിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ ദൂരെയായിരുന്നു. അവിടെ പോലും ഞാൻ ചെല്ലുമ്പം കുറച്ച് ഡിഫിക്കൽട്ടീസ് ആദ്യമേ തന്നെ ഫേസ് ചെയ്തായിരുന്നു. ഞാൻ മാത്രമാണ് ഒരു മലയാളി. അപ്പം അവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ പലർക്കും അവിടെ ഒരു മലയാളി ആയിരിക്കുമ്പം പല ഓഫീസുകാരുടെ ഒക്കെ ഒരു സീനിയറായിട്ട് വരുമ്പം ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ അവരുടെ സൈഡിൽ നിന്ന് വന്നു. പക്ഷേ ഈ വിഷമം എല്ലാം എനിക്ക് കോൺവെൻറ്റിൽ താമസിക്കാൻ കിട്ടിയോണ്ട് വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടായത്. അവിടെ ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ ചാപ്പലുണ്ട്. അപ്പം എപ്പോഴും ഈശോയുടെ അടുത്ത് പോയി ഇരിക്കുമായിരുന്നു. ഈശോയുടെ ചാപ്പലിൽ പോയി ഇരിക്കുമ്പം ദിവികാരന് ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ഈ വിഷമം എല്ലാം ഈശോയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പം ഇങ്ങനൊരു വിഷമം ആദ്യം
എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ പിറ്റേ ദിവസം തന്നെ അവിടുത്തെ എൻ്റെ അടുത്ത് ഈ ബുദ്ധിമുട്ടൊക്കെ ഈ വിഷമിപ്പിച്ചവർ തന്നെ പെട്ടെന്ന് അവരുടെ ഒരു ഇത് മാറിയ പോലെ മാഡം വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സ്നേഹം. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവർ പറയുന്നത്, ഓ മാഡം കാർമൽ കോൺവെന്റിലാണല്ലേ താമസിക്കുന്നത്. അപ്പം അവർ പറയുന്നു അവരുടെ മക്കളൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. അപ്പം സിസ്റ്റേഴ്സ് അവരുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അവർ പെട്ടെന്ന് എന്നോടൊരു ഭയങ്കര നല്ലൊരു സ്നേഹത്തിലൊക്കെ വരാൻ ഇടയായി. അപ്പം ശരിക്കും അവിടെയും ഞാൻ മനസ്സിലാക്കി മാതാവിൻ്റെ നീല കാപ്പിക്കുള്ളിൽ മാതാവ് എന്നെ സംരക്ഷിക്കുന്നതിന് ഒരു അനുഭവം, ഭയങ്കര ഒരു ഉറപ്പ് അതിൽ ഫീൽ ചെയ്യാൻ സാധിച്ചു. പിന്നെ അവിടെ ആയിരിക്കുമ്പം അവിടുത്തെ എക്സ്പീരിയൻസ്, ഞാൻ അവിടെ ബോണ്ട് ചെയ്യാനായിട്ടാണ് കയറുന്നത്. ജൂനിയർ മോസ്റ്റ് ഡോക്ടറായിരുന്നു. ബട്ട് അവിടെ വർക്ക് വാസ് ലൈക്ക് ഞങ്ങൾക്ക് 24 hours കണ്ടിന്യൂസ് കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുന്ന ഒരു രീതിയായിരുന്നു. അവിടെ ഐഡിയലി നമ്മൾ 8 hours ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെ അങ്ങനത്തെ രീതിയായിരുന്നു. 24 hours അടുപ്പിച്ചെടുത്താൽ പിന്നെ പിറ്റേ ദിവസം ഒരു ഓഫ്, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു അവരുടെ ഒരു കൾച്ചർ. ഐ ഹാഡ് ടു ഗോ ബൈ ദാറ്റ്. സോ ഞാൻ ഇപ്പോൾ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമ്പോൾ നമ്മളാണ് ഫുള്ളി റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുന്നത്. ഫസ്റ്റ് ഡ്യൂട്ടി തന്നെ ഒരു സൂയിസൈഡ് കേസ് വാസ് ബ്രോട്ട് ടു മീ ആൻഡ് ഐ ഹാഡ് ടു ഡു പോസ്റ്റ്മോർട്ടം. അപ്പം അതൊക്കെ വളരെ എന്താ പറയുക, എനിക്ക് നല്ല പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈശോയെ, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈശോ എന്നെ എത്തിച്ചു. ഹൗ കെൻ യു ഹാവ് സോ മച്ച് ഓഫ് കോൺഫിഡൻസ് ഇൻ മീ ദാറ്റ് എനിക്ക് ഇതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് വളരെ ഈശോ തന്നെ ആ ഒരു ധൈര്യം തരുന്നതായിട്ട് നല്ലൊരു അനുഭവം എനിക്ക് ഉണ്ടായി. എനിക്ക് എന്തെങ്കിലും വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ചാപ്പലിൽ ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ കൂടെ ഇരുന്ന് ജപമാല ചൊല്ലി ഞാൻ അത് സമർപ്പിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഒരു വാക്കൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ജപമാല അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ദൈവവചനമാണ്, വചനം വാളാണ്, ജപമാല വാളാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടെ ജപമാല ചൊല്ലി 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 ഇതെല്ലാം അങ്ങ് സമർപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ കണ്ടത്, എനിക്ക് എന്നിൽ അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും ഈശോയ്ക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. ഈശോ നമ്മളെ ഇങ്ങനെ വലിയ വലിയ ദൗത്യങ്ങൾ, വലിയ വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മളെ കയറ്റുന്നു, അങ്ങനെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പം മദർ തെരേസയുടെ ഈ വാക്കാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്, ഈശോ ഹൗ കെൻ യു ഹാവ് സോ മച്ച് ഓഫ് കോൺഫിഡൻസ് ഇൻ മീ എന്ന്. അപ്പം ഈ മദർ തെരേസയുടെ ഈ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിലും വന്നത് ആ സമയത്ത്. അപ്പം ഞാനും ഈ തരത്തിൽ അങ്ങ് സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ശരിക്കും ഒരു മർഡർ കേസ് ഒക്കെ ഇങ്ങനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു. മാത്രമല്ല ഇവൻ കോർട്ടിൽ പോയി അതിന് വേണ്ടിയിട്ട് നമുക്ക് ആസ് ആൻ എക്സ്പേർട്ട് വിറ്റ്നസ് നിൽക്കേണ്ടി വന്നായിരുന്നു. അപ്പോഴൊക്കെ ഈ കോർട്ടിൽ പോയി നിൽക്കുമ്പം അവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ ഒക്കെ ശ്രമിക്കും. ബട്ട് നമ്മൾ കണ്ട ഫൈൻഡിങ്സ്, അന്ന് നമ്മൾ കണ്ടത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു, അത് നമ്മൾ പറയുന്നു. അപ്പം നമുക്ക് കണ്ടതിന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷം പലരും പറഞ്ഞു, ശരിക്കും ആരും ഇത്രയ്ക്കും ക്ലിയർ ആയിട്ട് സാക്ഷ്യം പറയാറില്ല, കാരണം അങ്ങ് പേടിച്ചു പോവുക ചെയ്യുന്നത്. ബട്ട് ഈ സാക്ഷ്യം പറയാൻ പറ്റിയതുകൊണ്ട് വേണ്ട രീതിയിൽ ശിക്ഷ കൊടുക്കാനും സാധിച്ചു. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഇത്രയും ഒരു ക്രൈം ചെയ്തിട്ട് പോലും ചെയ്തവർ വളരെ ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, എന്നെയൊക്കെ എങ്ങനെ ഇത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നു, ഈ ഹൗ കെൻ യു ട്രസ്റ്റ് മീ സോ മച്ച് എന്ന് ശരിക്കും ഞാൻ തന്നെ ഒത്തിരി അതിശയിച്ചു പോയിട്ടുണ്ട്. അതുപോലെ പല സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് റിലീവ് ആകുമ്പോൾ പോലും എനിക്ക് റിലീവായിട്ട് വേൾഡ് യൂത്തിലേക്ക് പോകാനായിട്ട്, ജീസസ് യൂത്തിൻ്റെ ഇവിടെ വേൾഡ് യൂത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹം വന്നു. എനിക്ക് ഉറപ്പായിരുന്നു പരിശുദ്ധാത്മാവ് തന്നൊരു ആഗ്രഹമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം 2008 വേൾഡ് യൂത്ത് ഡേയ്ക്ക് പോകണമെന്ന് സിഡ്നിയിൽ വെച്ചായിരുന്നു. ബട്ട് ഐ ഹാവ് ടു ബി റിലീവ് ഫോർ ദാറ്റ്. അപ്പം യൂഷ്വലി ഇവർ നമ്മളെ ഇപ്പോൾ 1 year ബോണ്ട് ആണെങ്കിൽ പോലും ഉടനെ നമ്മൾ റിലീവ് ചെയ്യത്തില്ല. റിലീവിങ് ഓർഡർ വരണം, അത് വരുമ്പോൾ റിലീവ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എൻ്റെ ഈ ആഗ്രഹം കൊണ്ട് ഞാൻ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് DHS നേരിട്ട് പോയി കണ്ട് പറയാനിടയായി ദാറ്റ് എനിക്കിങ്ങനെ ഒരു കാര്യത്തിന് ഓസ്ട്രേലിയക്ക് പോകണം, അതുകൊണ്ട് എനിക്ക് എൻ്റെ റിലീവിങ് ഓർഡർ എത്രയും വേഗം ചെയ്ത് തരാമോ എന്ന്. ബിക്കോസ് ഓഫീസിൽ മാത്രം പറഞ്ഞ കാര്യം നീങ്ങണമെന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഡയറക്ടർ വരുന്നു എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞപ്പം ശരിക്കും ഈ ഡയറക്ടർ വരാൻ തീരുമാനിച്ചതും ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ തീരുമാനിച്ച എൻ്റെ ഈ റിലീവിങ് ലെറ്ററും കൊണ്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു, ആ ഓർഡർ തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടന്റ് പോലും അതിശയിച്ചു പോയി. സാറ് ഒരു മീറ്റിംഗിൽ പറഞ്ഞു, ഈ ഡോക്ടർ വിശ്വസിക്കുന്ന ദൈവമാണ് ദൈവം. അവിടെയും ഞാൻ മാത്രം ആയിരുന്നു ഒരു കാത്തലിക്കായിട്ട്. അപ്പം സാറ് ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ ഡോക്ടർ വിശ്വസിക്കുന്ന ദൈവമാണ് ദൈവം. കാരണം
ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം എൻ്റെ സർവീസിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഡയറക്ടർ നേരിട്ട് വന്ന ഒരാളുടെ ലീവിംഗ് ഓർഡർ തരുന്നു. അത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന്. ഇവിടൊക്കെ എന്നോർത്ത് ശരിക്കും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്നതെന്ന്. അങ്ങനെ ഈശോ അനുഗ്രഹിച്ച് വേൾഡ് യൂത്തിലേക്കൊക്കെ പോകാൻ സാധിച്ചു, ജീസസ് യൂത്തിൻ്റെ കൂടെ. പിന്നെ ജപമാലയുടെ കാര്യത്തേക്ക് ഇനി വീണ്ടും വരുമ്പം എനിക്ക് ഇനി പങ്കുവയ്ക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ, അപ്പം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പാലായിലാണ്. ഇവിടെ ആയിരിക്കുമ്പം എനിക്ക് വേറെ 3 സെൽമേറ്റ്സിനെ കിട്ടി. അതും എൻ്റെ 5ാമത്തെ ഡെലിവറിക്ക് ശേഷമായിരുന്നു. 3 ഫ്രണ്ട്സ്, ഞങ്ങൾ 4 പേരും ഒരു സെൽ ഗ്രൂപ്പായിട്ട് കുരുവിനാൽ പള്ളിയിൽ കൂടാൻ തുടങ്ങി. ദിസ് വാസ് ഡ്യൂറിങ് ദ കോവിഡ് ടൈം. കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുർബാനയ്ക്കൊന്നും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം ഞങ്ങൾ 4 പേര് ഒരുമിച്ച് റെഗുലറായിട്ട് പള്ളിയിൽ, കുരുവിനാൽ പള്ളിയിൽ കൂടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൂടുമ്പം ഞങ്ങൾക്ക് ശക്തമായിട്ട് കിട്ടിയ ഒരു മെസ്സേജ് ആയിരുന്നു, ജപമാല ചൊല്ലിയിട്ട് തുടങ്ങുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. ജപമാല ചൊല്ലിയതിന് ശേഷം സ്തുതിച്ച് പ്രാർത്ഥിക്കും, വചനം എടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യ ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കണമെന്ന്. ഭയങ്കര ഒരു കൊതി ആയിരുന്നു ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കണമെന്ന്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചോദിച്ചു വികാരി അച്ഛൻ്റെ അടുത്ത്. പക്ഷെ ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ട് അച്ഛൻ അങ്ങനെ ഈശോയെ എഴുന്നള്ളിച്ച് തരുമല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫോണിൽ ലൈവ് യൂക്രിസ്റ്റിക് ആഡറേഷൻ വെച്ച് ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ശക്തമായിട്ട് കിട്ടിയൊരു വചനമായിരുന്നു പുറപ്പാട് 23-ാമത്തെ അധ്യായം 25-26-ാമത്തെ വചനം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രയോ വഞ്ചിതയോ നാട്ടിലുണ്ടാവില്ല. ദീർഘായുസ് നൽകി നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. അപ്പം രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഇതൊക്കെ ആ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു വചനം കിട്ടിയതാണ്. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബോധ്യം ആയി ദാറ്റ് നമ്മളിപ്പം അനുഭവിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ തന്നെ പ്രശ്നം കൊണ്ടാണ്. നമ്മൾ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്നില്ലാത്തതുകൊണ്ട് ആണ് എന്ന്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹമായി, ദിവ്യകാരുണ്യ ഈശോയെ എല്ലാവരും ആരാധിക്കണം. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ പിതാവ് നമ്മുടെ കളറിങ്ങാട്ട് പിതാവ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയാനിടയാവുന്നു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഒത്തിരി ഒരു ബോധ്യം കൂടുതലും കിട്ടി. നമ്മുടെ പ്രശ്നം, നമ്മുടെ സഭ ഇപ്പോൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം. ഇറ്റ് ഇസ് നമ്മുടെ തന്നെ ഒരു കുറവ് കാരണമാണ്, നമ്മുടെ തന്നെ മിസ്റ്റേക്ക് കാരണമാണ്. ആൻഡ് ആ മിസ്റ്റേക്ക് ഇസ് ദാറ്റ് നമ്മുടെ ഫോക്കസ് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസിനു ജേസു എന്ന് പറഞ്ഞ പുസ്തകം ഞങ്ങൾക്ക് വളരെ ടച്ചിങ് ആയിട്ട് വരുന്നത്. ഇൻസിനു ജേസു എന്ന് പറഞ്ഞ പുസ്തകം ഞങ്ങളിൽ ഒരാൾക്ക് കയ്യിൽ വരുന്നു. ആളത് വായിക്കാനിടയാവുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇൻസിനു ജേസു എന്നുള്ള പുസ്തകത്തിൽ ദിവ്യകാരുണ്യ ഈശോ സംസാരിക്കുന്നതാണ്. ഒരു ബെനഡിക്റ്റൈൻ മങ്കിൻ്റെ അടുത്ത് കിട്ടിയ റെവലേഷൻസ് ആണ്. ദിവ്യകാരുണ്യ ഈശോ എക്സ്പ്രസ് ചെയ്യുന്നു ഈശോയുടെ വിഷമം. ഈശോയുടെ വിഷമം ഇതാണ്, സക്രാരിയിൽ എന്നെ പൂട്ടി വെച്ചിരിക്കുകയാണ്, ആർക്കും എൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല, എല്ലാവരും പല കാര്യങ്ങളിൽ ഭയങ്കര ബിസിയാണ്, എൻ്റെ കൂടെ ഇരിക്കാൻ ആർക്കും സമയമില്ല. ഇങ്ങനൊരു വിഷമം ദിവ്യകാരുണ്യ ഈശോ പങ്കുവയ്ക്കുന്നതായിട്ട് ബെനഡിക്റ്റൈൻ മങ്കിന് കിട്ടിയ റെവലേഷനാണ്. അതെല്ലാം ഡോക്യുമെന്റ് ചെയ്തതാണ്. അങ്ങനെ അതാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഇത് വളരെ ടച്ചിങ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ മുരിക്കൻ പിതാവിൻ്റെ അടുത്ത് പങ്കുവെച്ചു. പിതാവിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, പിതാവ് എല്ലാ പള്ളികളും തുറക്കുകയാണെങ്കിൽ, എല്ലാ പള്ളികളും ഇപ്പോൾ കോവിഡ് സമയമാണ്, നമുക്ക് കുർബാനയ്ക്ക് എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട് എങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നാൽ പള്ളി ഒന്ന് തുറന്നു വെക്കുകയാണെങ്കിൽ, ദിവ്യകാരുണ്യ ആരാധന ഉണ്ടാവുകയാണെങ്കിൽ സാധിക്കുന്നവർക്ക് പല ടൈമിലായിട്ടെങ്കിലും ഒന്ന് കയറി ഇറങ്ങാമല്ലോ, ഒന്ന് പള്ളിയിൽ കയറി ഈശോയെ ഒന്ന് കുറച്ചു നേരം ഒന്ന് ഈശോയെ ആരാധിച്ചിട്ട് പോകാമല്ലോ. അപ്പം പിതാവ് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹമൊക്കെ നല്ലതാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പിതാവിൻ്റെ ആശീർവാദത്തോടെയാണ് ശരിക്കും ലാലം പുത്തം പള്ളിയിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട കുര്യൻ മറ്റത്തിൽ അച്ഛൻ്റെ സഹായത്തോടെ, പുത്തമ്പള്ളിയുടെ വികാരി അച്ഛൻ്റെ ആശീർവാദത്തോടെ അവിടെ ലാലം പുത്തമ്പള്ളിയിൽ വെള്ളിയാഴ്ച ആരാധന തുടങ്ങാൻ ഇടയാകുന്നത്. എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 കുർബാനയും കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ ആരാധന അങ്ങനെ തുടങ്ങാൻ ഇടയായി. ഞങ്ങളുടെ സ്വപ്നം ഇതായിരുന്നു, എല്ലാ പള്ളികളിലും ദിവ്യകാരുണ്യ ആരാധന ഉണ്ടാവണം, ശക്തമായിട്ടുള്ള ആരാധന ഉണ്ടാവണം. അപ്പം നമ്മുടെ സഭയ്ക്ക് ഇപ്പം നമ്മുടെ സഭ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും മാറും എന്ന് ഉറപ്പാണ്.
നമ്മുടെ സഭ തളർന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഒത്തിരി പ്രത്യാശയുണ്ട്, ഒരുപാട് പ്രത്യാശയുണ്ട്. നമ്മൾ തിരിച്ചു വന്നാൽ, നമ്മൾ ദിവികാരനെ ഈശോ ആരാധിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ നഷ്ടപ്പെട്ടു പോയ, നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു ഗ്ലോറി നമുക്ക് വീണ്ടും അത് തിരിച്ച് റിസ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശ. അപ്പം അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ ഒരു ആരാധന തുടങ്ങി. വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് തന്നെയാണ് പോകുന്നത്, കാരണം ശനിയാഴ്ച പിള്ളേർക്ക് സ്കൂളില്ല. അപ്പം 5:30 കുർബാനയ്ക്ക് ശേഷം, അതും ഈ ഒരു ആരാധന തുടങ്ങുന്നതിന്റെ പേരിലാണ് ഈ 5:30 കുർബാനയും തുടങ്ങാനിടയായത്. കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ശേഷം കഞ്ഞിയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പം പോലും ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നൊരു ബോധ്യമാണ് ദാറ്റ് വി ഷുഡ് ഹാവ് ദ റോസറി, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് തുടങ്ങി ഞങ്ങൾ. ആൻഡ് അച്ഛൻ ഡെലിവറൻസ് ബ്ലെസ്സിങ് തരുമായിരുന്നു. ആൻഡ് ഞങ്ങൾ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുമായിരുന്നു. ഈ വെള്ളിയാഴ്ച ആരാധന തുടങ്ങിയിട്ട് ഒരു 4 മാസമായപ്പം അവിടെ വർഷങ്ങളായിട്ട് അടഞ്ഞിരുന്നേ പഴയ പള്ളി. ഇത് പാലായിലെ ലാലം പുത്തൻപള്ളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ വർഷങ്ങളായിട്ട് അടഞ്ഞിരുന്ന പഴയ പള്ളി വികാരി അച്ഛൻ അത് തുറക്കാൻ തീരുമാനിച്ചു. തുറന്നത് 9 to 4 അഡോറേഷന് വേണ്ടിയിട്ടാണ്. 9 to 4 അഡോറേഷൻ ഫ്രം മൺഡേ ടു സാറ്റർഡേ. അങ്ങനെ 9 to 4 അഡോറേഷൻ തുടങ്ങി. 2023 ജൂണിലാണ് ലാലം പുത്തൻപള്ളിയിൽ വെള്ളിയാഴ്ച ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ 3-4 മാസത്തിന് ശേഷം പഴയ പള്ളി തുറക്കുന്നു ഫോർ 9 to 4 അഡോറേഷൻ. അതിനുശേഷം ഒരു 1 year കഴിയുമ്പം, അതായത് 2024 ജൂൺ ആകുമ്പം ഞങ്ങൾക്ക് വീണ്ടും ഒരു മരിയൻ റെവല്യൂഷൻ വരുവാണ് ഈ ഒരു കൂട്ടായ്മയിലേക്ക്. ബഹുമാനപ്പെട്ട ആനന്ദച്ചൻ MST സഭയിലെയാണ്. അച്ഛൻ വന്ന് മാതാവിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നു. ആൻഡ് റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ സന്ദേശം അനുസരിച്ച് 13-ാം തീയതി മരിയൻ ദിനമായിട്ട് ആചരിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം ആ ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിച്ചു. അപ്പോൾ 13-ാം തീയതി റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ സന്ദേശം അനുസരിച്ച് 13-ാം തീയതി 1000 മണി ജപമാല തുടങ്ങാനിടയായി. 1000 മണി ജപമാല ഇപ്പം നന്മമരത്തിലും തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു. അത് ഞങ്ങൾക്ക് ആദ്യം വി വർ നോട്ട് ഫെമിലിയർ വിത്ത് ഇറ്റ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ ഒരു കാര്യമായിരുന്നു. ബട്ട് ഞങ്ങൾ കണ്ട ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ ഈ 1000 മണി ജപമാല ജൂൺ 13-നാണ് സ്റ്റാർട്ട് ചെയ്തത് 2024. ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 13 ചൊല്ലിക്കഴിഞ്ഞ് ഓഗസ്റ്റ് 15 ആയപ്പം 2024 ഓഗസ്റ്റ് 15 ഈ ദേവാലയം 24 hours വേണ്ടി തുറക്കുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടു. അന്ന് ഓഗസ്റ്റ് 15 ശരിക്കും തുറന്നത് ഒരു ദിവസത്തെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, 24 hours അഡോറേഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് തുറന്നിട്ട് ഇതുവരെ ആ പള്ളി അടച്ചിട്ടില്ല. ആക്ച്വലി ഇത് എനിക്ക് തെറ്റിപ്പോയി. ഇറ്റ് വാസ് ഇൻ 2023 ഓഗസ്റ്റ് 15 ദാറ്റ് ഈ പള്ളി 24 മണിക്കൂറും തുറക്കുന്നത്. അപ്പം ഞങ്ങൾ അതിന് മുമ്പ് 2022 ജൂണിലായിരുന്നു വെള്ളിയാഴ്ച ആരാധന തുടങ്ങിയത്. അഡോറേഷൻ തുടങ്ങുന്നത് 2022 ജൂണിലാണ്. കോവിഡൊക്കെ കഴിയാറായപ്പോഴത്തേക്കും. അപ്പം 2023 ഓഗസ്റ്റ് 15 ഈ ലാലം പുത്തൻപള്ളി 24 മണിക്കൂറും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു. 2023 ഓഗസ്റ്റ് 15 ഈ ലാലം പുത്തൻപള്ളി 24 മണിക്കൂറും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു. ആ പള്ളി ഇതുവരെ അടഞ്ഞിട്ടില്ല. അപ്പം ഈ 1000 മണി ജപമാല ഞങ്ങൾ 13th of every month സ്റ്റാർട്ട് ചെയ്തതിന് അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ അത് ലിറ്ററലി ശരിക്കും അത് കണ്ടു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുവാണ്. 1000 മണി ജപമാലയെ കുറിച്ച് ഇപ്പം എന്തുകൊണ്ട് ഇപ്പം നമ്മൾ സാധാരണ ജപമാല മാത്രം ചൊല്ലിയാൽ പോരെ, എന്തിനു വേണം 1000 മണി ജപമാല എന്നൊക്കെ പല ഡൗട്ട്സ് പലരുടെയും അടുത്തുനിന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ബോധ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ജപമാല ഒരിക്കലും ഒരു എക്സോസിസം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഒരു പൊസസ്ഡ് ആയിട്ട്, ഒരു പിശാചിനാൽ പൊസസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, എക്സോസിസം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അവർക്ക് ഡെലിവറൻസ് പ്രെയർ ചെല്ലുമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ഈവിൾ സ്പിരിറ്റും കൊണ്ട് പൊസസ്ഡ് ആയിട്ടുള്ള വ്യക്തി ഈ വൈദികന്റെ അടുത്ത് പറയുന്നു,
ആം, ആ, ആ പ്രാർത്ഥന നിർത്തുന്നത്. ആ സമയത്ത് അവിടെ ചാപ്പലിൽ ഒരു ടീം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമായിരുന്നു. അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വൈദികൻ ഇവിടെ ഡെലിവറൻസ് പ്രെയർ ചെയ്തുകൊണ്ടിരുന്നത്, എക്സോസിസം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം ഈവിൾ സ്പിരിറ്റും കൊണ്ട് പൊസസ്ഡ് ആയിട്ടുള്ള ഈ വ്യക്തിയുടെ വായിന്ന് വരുവാണ് ആ പ്രാർത്ഥന നിർത്ത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് നിർത്താൻ പറയുന്നു? അപ്പൊ ഈ വ്യക്തി പറയുവാണ്, എന്റെ തലയിൽ ആണി അടിക്കുന്നുണ്ട്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ അപ്പം ഓരോ നന്മ നിറഞ്ഞ മറിയുന്ന ചെല്ലുമ്പം, അപ്പം ജപമാല ചെല്ലുമ്പം തലയിൽ ആണി അടിക്കുന്ന ഒരു അനുഭവമായിരുന്നു പിശാചിന് ഉണ്ടാകുന്നതെന്ന് ഇതിലൂടെ വെളിപ്പെടുത്തി കിട്ടി. ഇപ്പം നമുക്ക് ആണിയുടെ ഒരു ഇത് നോക്കുമ്പോൾ ആണി പല സൈസിലുള്ള ആണി ഉണ്ടല്ലോ, ചെറിയ സൈസുണ്ട്, വലിയ സൈസുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാമല്ലോ. നമ്മൾ 1000 മണി ജപമാല ചെല്ലുമ്പം ഒരുപക്ഷെ വലിയ ആണിയായിരിക്കും അടിക്കുന്നത്. ഇങ്ങനെ ഒരു ബോധ്യം. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെറുതല്ല. നമ്മൾ ശരിക്കും ഒത്തിരി അധികം യുദ്ധം ചെയ്യേണ്ടതാണ്. എന്നാൽ യുദ്ധം എന്ന് പറയുമ്പം നമ്മുടെ യുദ്ധം മാംസത്തിനോ രക്തത്തിനെതിരെയായിട്ടല്ല, ഈ ലോകത്തിലുള്ള അന്ധകാര ശക്തിക്കെതിരെയായിട്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ ജപമാല എന്നുള്ള ആയുധം ഉപയോഗിച്ച് വേണം യുദ്ധം ചെയ്യാനായിട്ട്. നമ്മൾ ജപമാലയുടെ ചരിത്രം നോക്കുമ്പം സഭ ഒക്ടോബർ 7 റോസറി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ആസ് എ ഡേ ഓഫ് റോസറി, ഒക്ടോബർ 7. ഈ 1500s ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1500s ഓട്ടോമൻ ടർക്കിഷ് ആൾക്കാർ യൂറോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ, ടു മേക്ക് യൂറോപ്പ് ഇസ്ലാമിക്, അതിനു വേണ്ടിയിട്ട് യൂറോപ്പിനെ കോൺകർ ചെയ്യാനായിട്ട്, ക്രിസ്ത്യൻ ആയിട്ടുള്ള യൂറോപ്പിനെ കോൺകർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് കപ്പലിലൂടെ വരുമായിരുന്നു. ദേ വർ കമ്മിങ് വയ സീ, കടലിലൂടെ ദേ വർ കമ്മിങ്. ദർ വർ 287 ഷിപ്സ്. ആ കാലത്ത് ഇത്രയ്ക്കും ഷിപ്സ് എന്ന് പറയുമ്പം അവരുടെ സൈന്യം വളരെ വലിയതായിരുന്നു. ആൻഡ് അന്ന് മാർപ്പാപ്പ വളരെ അധികം വിഷമത്തോടെ മാർപ്പാപ്പ പ്രാർത്ഥിച്ചു, ഇനി എങ്ങനെയായിരിക്കും നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. ലോകം മുഴുവൻ വിചാരിച്ചു ഈ യൂറോപ്പ് പോയിന്ന്, കാരണം അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു അവരുടെ സൈന്യം. ബട്ട് മാർപ്പാപ്പയ്ക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന്. അപ്പം മാർപ്പാപ്പ അവിടെ എല്ലാവരോടും പറഞ്ഞു ജപമാല ചെല്ലാൻ. ആൻഡ് റോമിൽ ജപമാല പ്രദർശനം നടത്തി. അപ്പം എത്ര വലിയ സൈന്യമാണെങ്കിൽ പോലും അവര് അവിടെ അടുക്കാറായപ്പോഴത്തേക്കും ഒരു കാറ്റും കൊണ്ട് ഇതെല്ലാം ഈ കപ്പൽ മുങ്ങി. ഹാർഡ്ലി ഫ്യൂ പീപ്പിൾ കുഡ് റീച്ച് യൂറോപ്പ്. ആൻഡ് അവരെ ഇവർക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. അപ്പം അന്ന് മാർപ്പാപ്പ പറഞ്ഞത് ആർ ലേഡി ഓഫ് വിക്ടറി എന്നായിരുന്നു ഒക്ടോബർ 7 പേര് കൊടുത്തത്. ആർ ലേഡി ഓഫ് വിക്ടറി എന്നായിരുന്നു അന്ന് ഒക്ടോബർ 7 അങ്ങനെ ആചരിച്ചത്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വിക്ടറി ടു ദ റോസറി. അപ്പം ഒക്ടോബർ 7 ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ദ ഡേ ഓഫ് റോസറി. അപ്പം വിക്ടറി ത്രൂ ദ റോസറി. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് ഒറ്റ സൊല്യൂഷനാണുള്ളത്, നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന. ആൻഡ് സഭയ്ക്ക് വെളിപ്പെടുത്തി കിട്ടിയതാണ് ഈ ആയുധം ജപമാല. അൽമായർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ ഉറപ്പായിട്ടും പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും തന്നെ പങ്കെടുക്കണം. ആൻഡ് നമ്മൾ സാധിക്കുന്ന പോലെ നിരന്തരം നമുക്ക് ജപമാല ചെല്ലാനായിട്ട് ശ്രമിക്കാം. അപ്പം ഈ 1000 മണി ജപമാല നമ്മുടെ ഫസ്റ്റ് സാറ്റർഡേയ്സ് നമ്മൾ തുടങ്ങിയിരിക്കുന്ന 1000 മണി ജപമാല വലിയൊരു വാളാണ് എന്ന് നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം. ഈ ലോകത്തിലുള്ള അന്ധകാര ശക്തിക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യണം. ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പം സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോലും 1000 മണി ജപമാല ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണും. ശക്തമായിട്ട് ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണും. കാരണം ഞങ്ങൾ ഈ പുത്തമ്പള്ളിയിൽ കണ്ട കാര്യമാണല്ലോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ ശരിക്കും അന്ന് 2023 ജൂൺ 13 സ്റ്റാർട്ട് ചെയ്ത് 1000 മണി ജപമാല. അതിനുശേഷം സാറ്റർഡേയ്സും 1000 മണി ജപമാല സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പം ഈ ഓഗസ്റ്റ് 1, 15 എല്ലാ ദിവസവും നമ്മൾ 1000 മണി ജപമാല ചെല്ലാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പം റീസെൻ്റ്ലി ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഫീസ്റ്റ് ആയിരുന്നു. അപ്പം ജൂലൈ പോലും 1 to 13 ഡെയിലി 1000 മണി ജപമാല അവിടെ ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ഈ ഒരു സംഭവം ശരിക്കും കണ്ട് അറിഞ്ഞതാണ്. ദിവ്യകാരുണ്യ ഈശോയും മാതാവും തമ്മിലുള്ള ബന്ധം.
ഞങ്ങൾ ആദ്യം ആരാധനയായിട്ടാണ് തുടങ്ങുന്നത്. 2022 ജൂണിൽ വെള്ളിയാഴ്ച ആരാധനയായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഈശോ ഞങ്ങളെ വീണ്ടും മാതാവിൻ്റെ അടുത്തേക്ക് കൂടുതലും അടുപ്പിക്കുന്ന പോലെ ജപമാല ചെല്ലാനായിട്ട് കൂടുതലും ഞങ്ങൾക്ക് പ്രേരണ തന്നു. അങ്ങനെയാണ് 1000 മണി ജപമാല സ്റ്റാർട്ട് ചെയ്യാൻ ഇടയാവുന്നത്. ഈ 1000 മണി ജപമാല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആണ് ദേവാലയം 24 മണിക്കൂറും തുറക്കുന്നത്. അപ്പം മാതാവ് വീണ്ടും ദിവ്യകാരുണ്യ ഈശോയിലേക്കാണ് അടുപ്പിക്കുന്നത്. മാതാവ് മക്കളെ നമ്മളിപ്പം രാത്രി 2 മണിക്കൊക്കെ പോയാൽ പോലും അവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ പള്ളി തുറന്നു വെച്ചിരിക്കുന്നത്. അല്ലെ നമുക്ക് അങ്ങനെ തുറന്നു വെക്കാൻ പറ്റത്തില്ലല്ലോ. ഏത് സമയത്ത് രാത്രി പോയാൽ പോലും നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാനായിട്ട് അവിടെ ഇരിക്കുക. അപ്പം മാതാവ് മക്കളെ ദിവ്യകാരുണ്യ ഈശോ ആരാധിക്കാനായിട്ട് കൊണ്ടുവരുന്നു. ഈ ഒരു ബന്ധം കണ്ടറിയാനായിട്ട് സാധിച്ചു. വലിയൊരു ബ്ലെസ്സിങ് ആണ്, വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത്, കാണുന്നത്. വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഇങ്ങനെ വിഷൻ ഉണ്ടായിരുന്നു. ഒരു കപ്പൽ ഇങ്ങനെ മുങ്ങാൻ ആയിരിക്കുന്നു. ആ കപ്പൽ സഭയായിട്ടാണ് പറയുന്നത്. സഭയായ കപ്പൽ മുങ്ങാൻ പോകുമ്പം 2 പില്ലേഴ്സ് വന്ന് ഈ കപ്പൽ മുങ്ങാതെ പിടിച്ചു നിർത്തുന്നു. ഈ 2 പില്ലേഴ്സായിട്ട് വിശുദ്ധ ഡോൺ ബോസ്കോ കണ്ടത് ഒന്ന് ദിവ്യകാരുണ്യ ഈശോയും പിന്നെ ഒരു സൈഡിൽ പരിശുദ്ധ കന്യാമറിയത്തിനായിരുന്നു, മാതാവിന്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ സഭ ഇങ്ങനെ മുങ്ങാൻ പോകുമ്പം മുങ്ങാതെ പിടിച്ചു നിർത്തിയത് ദിവ്യകാരുണ്യ ഈശോയും മാതാവും കൂടെയാണ്. അപ്പം ഈ ബന്ധം വളരെ ബ്യൂട്ടിഫുൾ ആണ്, മനോഹരമാണ്. മാതാവ് നമ്മളെ കൂടുതലും ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കാനായിട്ട് നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ഇത് നമ്മുടെ പേഴ്സണൽ, നമ്മുടെ വ്യക്തിപരമായ ലൈഫിൽ പോലും നമുക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം ഇത് നമ്മളിപ്പം പള്ളിയുടെ എക്സാമ്പിൾ പറഞ്ഞത് അതൊരു ബ്രോഡർ പെർസ്പെക്റ്റീവിലാണ്. പക്ഷേ പേഴ്സണലി പോലും നമ്മൾ ജപമാല ചെല്ലുമ്പോൾ നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മൾ വളരും. അതുപോലെ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹത്തിൽ വളരുമ്പോൾ ഈശോ നമ്മളെ മാതാവിനോടുള്ള സ്നേഹത്തിൽ വളർത്തിയെടുക്കുകയും കൂടെ ചെയ്യും. മാതാവിനെ അറിയാനും സ്നേഹിക്കാനും അത് എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടത്തുമില്ല. അത് വിശുദ്ധ യോഹന്നാൻ പറയുന്ന പോലെ അത് നമ്മൾ ബൈബിളിൽ നോക്കുമ്പം ഗോസ്പൽ ഓഫ് ജോണിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ. അത് ഈശോയ്ക്ക് ബാക്കി എല്ലാവരും സ്നേഹം ഇല്ലാത്തതാണോ? അല്ല. പക്ഷെ യോഹന്നാൻ മാത്രം അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. എപ്പോഴും തന്നെക്കുറിച്ച് തന്നെ റെഫർ ചെയ്യുമ്പോൾ പറയുന്നത് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ബോധ്യത്തിൽ വളരാൻ പറ്റി. അപ്പം അത് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് നമ്മൾ പരിശുദ്ധമ്മയുടെ കൂടെ ആയിരിക്കുമ്പം പക്ഷെ നമുക്ക് ആ ഒരു ബോധ്യത്തിൽ നമുക്ക് കൂടുതലും വളരാനായിട്ടും കൂടെ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും. ഇപ്പം 13th ഓഫ് എവറി മന്ത് മരിയൻ ഡേ ആയിട്ട് ആചരിക്കും. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ആപ്പറേഷനിൽ പറഞ്ഞതാണ് 13th ഓഫ് എവറി മന്ത്. ഇതൊരു നേഴ്സ്, പെരീന ഗിലി എന്ന് പറഞ്ഞ നേഴ്സിനാണ് മാതാവ് പ്രതിഷ്ഠപ്പെടുന്നത്. മാതാവ് ഇങ്ങനെ ഒരു സന്ദേശം പറയുന്നു, 13th ഓഫ് എവറി മന്ത് മരിയൻ ദിനമായിട്ട് ആചരിക്കുക. അപ്പം ദൈവവിളി വർദ്ധിക്കും എന്നാണ് മാതാവ് പറയുന്നത്. ദൈവവിളി വർദ്ധിക്കുമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഇവിടെ പുത്തമ്പള്ളിയിൽ പോലും ഞങ്ങൾ കണ്ടനുഭവിച്ചതാണ് ദൈവവിളി വർദ്ധിക്കുന്നത്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ പോലും അതൊരു ദൈവവിളിയാണ്, അല്ലാതെ ഒന്നും ആർക്കും പോയി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ജപമാല ഞങ്ങൾ 13-ാം തീയതി മരിയൻ ദിനമായിട്ട് ആചരിച്ച് 1000 മണി ജപമാല തുടങ്ങി കഴിഞ്ഞപ്പം അവിടെ ദൈവവിളി വർദ്ധിച്ചതായിട്ട് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അപ്പം നമുക്ക് പ്രത്യാശയുണ്ട്. നമുക്ക് സഭയെ ഓർത്ത്, സഭയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യാശയുണ്ട്. എന്തെല്ലാം പ്രോബ്ലംസ് ഇപ്പൊ സഭ ഫേസ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ മാതാവിന്റെ സന്ദേശം അനുസരിച്ച് നമ്മൾ ഉണർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ദൈവവിളി വർദ്ധിക്കും. ഉറപ്പായിട്ടും സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടും തിരിച്ചു കിട്ടും. സഭയ്ക്ക് പണ്ട് ഇപ്പം നമ്മൾ യൂറോപ്പിന്റെ കുറച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലായിടത്തും ഒന്ന് ജപമാല തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് മാതാവ് അടുപ്പിക്കും. ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാനായിട്ട് കൂടുതലും ആൾക്കാർ വരും. ആ ദൈവവിളി വർദ്ധിക്കും. ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയത്, ആ മഹിമ തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ടു പോയ മഹിമ ഉറപ്പായിട്ടും നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് നമ്മുടെ വീടുകളിൽ പോലും എന്തെങ്കിലും ഇപ്പം 13-ാം തീയതി ഒരു കൂടുതലായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം 13th ഓഫ് എവറി മന്ത് വീട്ടിൽ പോലും മരിയൻ ഡേ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ചെറിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് പ്രദക്ഷിണം വെക്കുന്നു. ഞങ്ങൾക്ക് 5 മക്കളുണ്ട്. അപ്പം ഓരോരുത്തരും മാതാവിൻ്റെ സ്റ്റാച്യൂയും കൊണ്ട് ഞങ്ങൾ വീട്ടിനകത്ത് തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നു. അപ്പം ഓരോ മുറിയിലും കയറി ഇറങ്ങുന്നു. ഇങ്ങനെ ജപമാല ചെല്ലിക്കൊണ്ട് വീട്ടിനകത്തൂടെ ഞങ്ങൾ ഓരോ മുറിയിലും കയറി ഇറങ്ങുന്നു, തിരിയൊക്കെ കത്തിച്ച്. മക്കൾക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലും നമുക്ക്
നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സീക്രറ്റ് ഇതാണ്. നമ്മൾ ജപമാല ചെല്ലുമ്പം ഉറപ്പായിട്ടും മാതാവ് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് അടുപ്പിക്കും. ആൻഡ് ദിവ്യകാരുണ്യ ഈശോ നമ്മളെ കൂടുതലും മാതാവിനെ സ്നേഹിക്കാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോലും നമുക്ക് ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ 13-ാം തീയതി ഒരു കൊന്ത വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു വർഷമായി. കൊന്ത വെച്ച് ഒരു ജപമാല ചൊല്ലി തുടങ്ങിയിട്ടുണ്ട് 13-ാം തീയതി 13th of every month. അതും ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോലും വലിയൊരു ഉണർവ് കാണുന്നുണ്ട്. എൻ്റെ വിശ്വാസം ഈ ഒരു 13-ാം തീയതി നമ്മൾ മരിയൻ ദിനമായിട്ട് ഇങ്ങനെ ഒരു ജപമാല ചൊല്ലി തുടങ്ങിയതിൻ്റെ ഇതിലാണെന്ന് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ പള്ളിയിൽ വലിയൊരു ഉണർവ് വരാൻ കാരണം അപ്പം നമുക്ക് പ്രാക്ടിക്കലി നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അൽമായർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. അപ്പം മേ ബി നമുക്ക് നമ്മുടേതായ ഇടവക പള്ളികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് 1 റോസറി വെച്ച് തുടങ്ങാം. അത് നമ്മൾ സൗകര്യപ്പെടുന്ന ടൈമൊക്കെ നോക്കിയിട്ട് ബിഫോർ കുർബാനയ്ക്ക് മുമ്പോ കുർബാന കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് സ്വപ്നം കാണാം എല്ലാ ദേവാലയം തുറക്കപ്പെടണം. ദിവ്യകാരുണ്യ ഈശോയെ അടച്ചുപൂട്ടി അല്ല വെക്കേണ്ടത്. അതായത് എല്ലാവരും ഈശോയെ ആരാധിക്കാനായിട്ട് വരണം. ഈശോയെ രാജാവായിട്ട് കാണണം. എല്ലാവരും ഈശോയെ ആരാധിക്കാനായിട്ട് വരണം. അങ്ങനെ നമുക്ക് സ്വപ്നം കാണാം. ഉറപ്പായിട്ടും നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്ക് സംശയമില്ല. വീട്ടില് 5 കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ ജപമാലയ്ക്ക് സാധാരണ വീട്ടിലൊക്കെ ആകുമ്പോൾ കുട്ടികളെ നടക്കും അങ്ങനെ, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങിയ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പറയാനുണ്ടാവും? അതെ, ഉറപ്പായിട്ടും. ഇപ്പം ഞങ്ങൾ ആദ്യം ഈ വെള്ളിയാഴ്ച ആരാധനയുടെ കാര്യം പറഞ്ഞു. വീട്ടിൽ ജപമാലയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേരൻസ് കൂടെ ഉണ്ട്. പേരൻസ് കൂടെ ഉള്ളതുകൊണ്ട് അവർ ടൈമിൽ തന്നെ ജപമാല ചെല്ലാനായിട്ട് ഉറപ്പ് വരുത്തുന്നത് അവരാണ്. എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റും. ഞങ്ങളുടെ ഒരു കഴിവ് കൊണ്ടൊന്നുമല്ല, പക്ഷേ അവരുടെ ഒരു പ്രസൻസും കൊണ്ട്. അപ്പം പേരൻസിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആണ് സമയത്ത്. ഇപ്പം പക്ഷേ കുട്ടികൾ അങ്ങനെ അവർ ഇരിക്കണമെന്നൊന്നും നിർബന്ധമല്ല. നമുക്ക് മനസ്സിലാക്കാം, ദേ ആർ സ്മോൾ ചിൽഡ്രൻ. പിള്ളേർക്ക് അങ്ങനെ അതിനൊരു മോട്ടിവേഷൻ കിട്ടണമെന്നില്ല. ബട്ട് അവിടെ നമ്മൾ ഇരിക്കുന്ന കണ്ടിട്ടാണ് അവർക്ക് അതിൻ്റെ ഒരു പ്രേരണ കിട്ടുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെ കണ്ടിട്ടാണ് അവർക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് ദാറ്റ് അവരിങ്ങനെ ഇരിക്കണം ഇങ്ങനെ പറയണം, നമ്മളത് റൂൾസ് ആയിട്ടല്ല. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ എല്ലാം ഭാരങ്ങളും നമുക്ക് വർക്കിൻ്റെ സ്ട്രെസ് ആയിരിക്കാം, നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മുടെ പല വിഷമങ്ങൾ നമുക്കുണ്ടാവും. അതെല്ലാം നമ്മൾ ഈ കുരിശുവരയുടെ സമയത്ത് നമ്മളൊന്ന് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുക. അപ്പം നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോഴൊക്കെ നമ്മളതെല്ലാം നമ്മുടെ എല്ലാം അങ്ങ് സമർപ്പിക്കുന്ന ഈ മക്കൾ അത് കണ്ടു വളരുമ്പം അവർക്കറിയാം എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്, എവിടെയാണ് അവർ ആശ്രയിക്കേണ്ടതെന്ന്. അങ്ങനെ അപ്പം അങ്ങനെയാണ് അവർ പഠിക്കേണ്ടത്. പിന്നെ ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ആരാധന തുടങ്ങിയപ്പോൾ ശരിക്കും ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട്, എൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞ് ആ സമയത്ത് 3 വയസ്സേ ഉള്ളായിരുന്നു. ആ കൊച്ചിങ്ങനെ പള്ളിക്കകത്തൂടെ എല്ലാം ഓടി നടക്കുമായിരുന്നു. പക്ഷേ മരത്തിലച്ഛൻ പോലും പറഞ്ഞു അതൊന്നും വിഷയമല്ല, കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ അങ്ങനെ കളിച്ചാലും കുഴപ്പമില്ലെന്ന്. അപ്പം ഇപ്പം ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോകുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ കുറേ കൂടെ കുട്ടികൾ വന്നു തുടങ്ങി വെള്ളിയാഴ്ച ആരാധനയ്ക്ക്. അപ്പം ഞങ്ങൾ ഈ ആരാധന തുടങ്ങി കഴിയുമ്പോൾ ആദ്യം ജപമാലയുണ്ട്, അതിനുശേഷം അച്ഛൻ ഡെലിവറൻസ് ബ്ലെസ്സിങ് തരും, അതിനുശേഷം ഒരു ടോക്ക് ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ മക്കൾ ഈ ടോക്ക് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവരുടെ പ്രായം അനുസരിച്ച് അവർ ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഈശോ നയിച്ചത് ഇങ്ങനെയാണ്. ഇപ്പം കുട്ടികളെ ഞങ്ങൾ മാറ്റി വേറൊരു സെക്ഷനിലേക്ക് ആക്കി, അഡൾട്ട്സിൻ്റെ കൂടെയല്ല. അപ്പം കുട്ടികൾക്ക് ഇപ്പോൾ വേറെ സെക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം അവർ വലിയവരുടെ കൂടെയല്ല ഇരിക്കുന്നത്. അപ്പം ഇവർക്കിപ്പോൾ അവിടെ ഒരുപാട് ഫ്രണ്ട്സായി. ഇപ്പം പിള്ളേരുടെ എണ്ണം നന്നായിട്ട് കൂടി. അപ്പം അച്ഛന് പഴയ പള്ളി വെച്ച് തന്നെ പിള്ളേരുടെ ആരാധന നടത്താനായിട്ട് ഉള്ള പെർമിഷൻ തന്നു. ഇപ്പോൾ കുട്ടികളുടെ ആരാധന സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലുള്ള ആരാധനയിൽ കുട്ടികളുടെ ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. ശരി, ഈ ആരാധനയ്ക്ക് പിള്ളേരെ കൊണ്ടുപോയി തുടങ്ങിയ പിന്നെ അവരോട് റിലേറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്നു. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പിടികിട്ടുന്നുണ്ട്. നമുക്ക് അത്രയ്ക്കൊരു ഭാരം ബുദ്ധിമുട്ടില്ല. നമ്മൾ പറയുമ്പോൾ അവർ അനുസരിക്കാനായിട്ട് അത് അവർക്ക് കാര്യം നമ്മൾ പറയുന്ന രീതിയിൽ ആ സീരിയസ്നെസ്സോടെ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യത്യാസം ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇവരെ മക്കളെ ആരാധനയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ശേഷം. അതുപോലെ അപ്പം ജപമാല ആണെങ്കിലും വീട്ടിൽ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകാനായിട്ട് ഞങ്ങൾ പിന്നെ ചില ദിവസങ്ങൾ ഇംഗ്ലീഷിൽ ചെല്ലും. അപ്പം കുറച്ചൊരു ലാംഗ്വേജ് മാറ്റിയിട്ട് ആകുമ്പം അവർക്ക് അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പം അങ്ങനെ. പക്ഷെ ഹിന്ദിയിലും കൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അവർക്ക് കുറച്ചും കൂടെ ഒരു മീനിങ് ഫുൾ ആവുമല്ലോ
എന്ന്. പാട്ട് പക്ഷേ ഇപ്പം നമ്മൾ പാട്ടിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ നന്മ നിറഞ്ഞു പറയുമ്പോൾ പൂർണ്ണമായിട്ട് ചെല്ലാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ പാട്ട് അങ്ങനെ എൻകറേജ് ചെയ്യുന്നില്ല. കാരണം പ്രെയറിൽ ഒരു കട്ട് ഷോട്ട് വരാതെ പൂർണ്ണമായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ. ഇപ്പം ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഈശോ തന്നതാണ്. ഒരു പ്രദർശനം വീടിനകത്തൂടെ തന്നെ നടത്തുന്നത്. അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞങ്ങൾ 13th എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ബട്ട് പിന്നെ വിശേഷ ദിവസങ്ങൾ, അതായത് മാതാവിൻ്റെ ഫീസ്റ്റ് ഉള്ള ദിവസങ്ങൾ, August 15th അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ ചെല്ലാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം, വർക്കും ഇപ്പോൾ ഇതിൽ ചാറ്റ് ബോക്സിൽ കണ്ട ഒരു ചോദ്യം, ഹൗ ടു ബാലൻസ് അല്ലേ വർക്കും ഫാമിലി ലൈഫും പ്രെയറും എല്ലാം കൂടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ചോദ്യം. ഞാൻ വലിയ ബാലൻസ് ചെയ്തു പോകുന്നു എന്ന് എനിക്ക് ക്ലെയിം ചെയ്യാനൊട്ടും പറ്റത്തില്ല. ബട്ട് അഫ്കോഴ്സ് സമർപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റും. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആൻഡ് ഞാൻ കാണുന്നുണ്ട് കർത്താവ് വലിയ വലിയ ഉത്തരവാദിത്തത്തിലേക്കാണ് എന്നെ നയിക്കുന്നത്, ഉപയോഗിക്കുന്നത്. കർത്താവ് ശരിക്കും വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് ഇപ്പം ഒട്ടും ഞങ്ങൾ അങ്ങനെ വലിയ പെർഫെക്റ്റ് അല്ല, ഒട്ടും പെർഫെക്റ്റ് ആയതുകൊണ്ടും അല്ല. ബട്ട് പറ്റുന്ന പോലെ മാക്സിമം ഒന്ന് സമർപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ഒരു വലിയ ബലം ഈ പറഞ്ഞ പോലെ ജപമാലയാണ്. ഞാനിപ്പോൾ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അതിന് മുമ്പ് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. അപ്പം യാത്രയുടെ സമയമൊക്കെ ഞാൻ മാക്സിമം ജപമാല ചെല്ലുമായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഇപ്പം വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ് ജോലി സ്ഥലം കിട്ടിയത്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം മുടക്കാതെ നോക്കുന്നത്, ഇപ്പം ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ് ഇപ്പോൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഹസ്ബൻഡ് പ്രത്യേകിച്ച് അനസ്തെറ്റിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ എമർജൻസീസ് ഒക്കെ വരും. ഇപ്പം ചില സമയത്ത് ഇപ്പോൾ വീട്ടിൽ കുരിശുവരയ്ക്കൊക്കെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു കൊന്ത മുടക്കാതെ ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കുരിശുവരയ്ക്ക് ഉണ്ടാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു കൊന്ത ചെല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഉറപ്പുവരുത്താനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം പോലും ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ബട്ട് നല്ലൊരു ഐക്യത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ശരിക്കും ഉറപ്പായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അമ്മ കൂടെ ഉള്ളപ്പം നമുക്ക് നല്ലൊരു ഐക്യത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ഉറപ്പായിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ കുർബാനയ്ക്ക് പോകാനായിട്ട് ഇപ്പം മക്കൾ പോലും കുർബാനയ്ക്ക് പോകാനായിട്ട് എല്ലാ ദിവസവും തന്നെ പോകുന്നുണ്ട്. ഏറ്റവും കുഞ്ഞുങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പക്ഷെ മൂത്തവർ കുർബാനയ്ക്ക് പോകാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ അവധിക്കാലത്ത് എല്ലാവരും കൂടെ തന്നെ പോകുമായിരുന്നു. പക്ഷേ സ്കൂൾ തുടങ്ങിയ പിന്നെ മൂത്ത 2-3 പേര് നല്ല ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. 2 പേര് എന്തായാലും പോവും. പിന്നെ മൂന്നാമത്തെ ആളും സാധിക്കുന്ന പോലെ പോകാൻ നോക്കുന്നുണ്ട്.